2025 പുറത്തിറങ്ങിയ 5ാം ക്ലാസ് SCERT സയൻസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ല. മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഇതിൽ മണ്ണിനു പകരം പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയാണ്. വിത്ത് മുളച്ച് ഇല ആകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. ബീജപത്രത്തോട് ചേർന്നു കാണുന്ന ഭാഗമാണ് ബീജാന്നം. വിത്ത് മുളയ്ക്കൽ പ്രക്രിയയിൽ ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. വിത്ത് വിതരണ രീതി: അപ്പൂപ്പൻ താടി കാറ്റിലൂടെയാണ്. വെണ്ട പൊട്ടിത്തെറിച്ച്. തെങ്ങാണെങ്കിൽ ജലത്തിലൂടെ. പേരയ്ക്കയാണെങ്കിൽ ജന്തുക്കൾ വഴി. ഇനി സൂര്യൻ: 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ. ആൽഫ സെന്ററി: എ 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെ. ഭൂമി: 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഇനി ചന്ദ്രൻ: ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെ. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി കാണാവുന്ന നക്ഷത്രഗണം സപ്തർഷികൾ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയുദ്ധം. വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹം ഇൻസാറ്റ്. വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹം എഡ്യൂസാറ്റ്. ഗതി നിർണയത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹം IRNSS. ഭൗമനിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ്. ജ്യോതിശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹമാണ് ആസ്ട്രോസാറ്റ്. ഇത്രയുമാണ് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇന്ന് പഠിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.